എന്താണ് മലയാള സിനിമ നേരിടുന്ന യഥാർത്ഥ പ്രതിസന്ധി? ഈ ചോദ്യത്തിന് ഒറ്റ വാചകത്തിലൊരു ഉത്തരവില്ല. ആൾക്ക് ഒരുപാട് കാരണങ്ങൾ പറയാനും ഉണ്ടാവും. അക്കൂട്ടത്തിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട 2 കാരണങ്ങൾ പറഞ്ഞതിന് ശേഷം ഐഡി ദ ഫേക്ക് എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് സംസാരിച്ചാലാണ് ഞാൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാവുള്ളൂ എന്ന് ആണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ നിങ്ങൾക്കത് സ്കിപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഞാൻ റിവ്യൂ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളത് ടൈം സ്റ്റാമ്പ് ചെയ്യുന്നുണ്ട്. മലയാള സിനിമ നേരിടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധി, ഒരു കണ്ടന്റിനെ, ഒരു ഐഡിയയെ എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണം, എന്തിന് പ്രൊഡ്യൂസ് ചെയ്യണം എന്ന് ധാരണയില്ലാത്തതാണെന്ന് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. മുമ്പ് എനിക്ക് തെറി കേട്ടിട്ടുള്ള ഒരു സിനിമയുടെ പിന്നണി കഥ ഇങ്ങനെയാണ്. 2 യുവാക്കൾ, അവർക്കൊരു ഷോർട്ട് ഫിലിം ചെയ്യണം എന്നൊരു ആഗ്രഹമുണ്ട്. പക്ഷേ കുറച്ച് പൈസ ചിലവുള്ളൊരു ഷോർട്ട് ഫിലിമാണ്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ആ കഥയുമായിട്ട് ഒരു കാശുകാരനെ ചെന്ന് കാണുന്നു. എന്ന് വെച്ചാൽ ഒത്തിരി പൈസ ഉള്ളൊരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഈ ഷോർട്ട് ഫിലിമിൻ്റെ സ്ക്രിപ്റ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ പുള്ളിക്ക് ഇത് പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ട്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പുള്ളി വലിയൊരു പൈസക്കാരനാണല്ലോ. അപ്പോൾ ആദ്യം എങ്ങനെയാണ് ഒരു ഷോർട്ട് ഫിലിം ചെയ്യുക? ഒരു സിനിമ തന്നെ ചെയ്യണം. അപ്പോൾ അതിന് ഈ യുവാക്കളോട് അദ്ദേഹം പറഞ്ഞു, ഈ സംഭവം തന്നെ മതി, ഇത് നിങ്ങൾ വലുതാക്കൂ, വലിയൊരു സിനിമയാക്കും, എന്നിട്ട് നമുക്ക് നല്ലൊരു സംവിധായകനൊക്കെ കൊണ്ടുവന്ന് വലിയ സ്കെയിലിൽ ചെയ്യാം. അങ്ങനെ ആ സിനിമ തിയേറ്ററിൽ റിലീസായി. കണ്ടിരിക്കാൻ പറ്റാത്ത അത്രയും ബോറടിക്കുന്ന ഒരനുഭവമായി അത് മാറി. ഒരു പക്ഷേ അത് ഷോർട്ട് ഫിലിം ആയിരുന്നെങ്കിൽ നമ്മളൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു വൻ സംഭവമായി മാറിയേനെന്ന് പിന്നീട് ആ സിനിമ കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ചില കണ്ടന്റ് നമ്മൾ ഷോർട്ട് ഫിലിം ചെയ്യാനേ ഉണ്ടാവുള്ളൂ. ചിലതൊരു 30 സെക്കൻഡ് റീലിനുള്ളതേ ഉണ്ടാവുള്ളൂ. വേറെ ചിലത് ഒരു 4 വരി ഫേസ്ബുക്ക് പോസ്റ്റിനുള്ള എലമെൻറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം ഒരു ഐഡിയ കിട്ടുമ്പോൾ, ഒരു കണ്ടന്റ് കിട്ടുമ്പോൾ അത് എന്തിന് പ്രൊഡ്യൂസ് ചെയ്യണം, എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണം എന്ന ഐഡിയ ഇല്ലയെന്ന് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, താരങ്ങൾ അനാവശ്യമായി പറയുന്ന യെസ് ആണ് മലയാള സിനിമയുടെ മറ്റൊരു വലിയ പ്രതിസന്ധി. ശ്രീനിവാസൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം നോ പറഞ്ഞിട്ടുള്ള, അദ്ദേഹം ചെയ്യാതിരുന്ന സിനിമകളാണ് മലയാള സിനിമയ്ക്ക് അദ്ദേഹം കൊടുത്തിട്ടുള്ള സംഭാവന എന്ന്. അത് ശരിവെക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ മകനടക്കം സിനിമകൾ ചെയ്യുമ്പോൾ, ആ സിനിമകൾ തിയേറ്ററിൽ കാണുമ്പോൾ ഫീൽ ചെയ്യുന്നത്. കാരണം ഒരു താരം യെസ് പറയുമ്പോഴാണല്ലോ പ്രൊഡ്യൂസർ പൈസയൊക്കെ മുടക്കാൻ വേണ്ടി ഫുള്ളി റെഡിയായി വരികയും അതൊരു സിനിമയായി മാറുകയും ചെയ്യുന്നത്. ഇനി നമുക്ക് ഐഡി ദ ഫേക്ക് എന്ന് പറയുന്ന സിനിമയെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായത്തിലേക്ക് കടക്കാം. വളരെയധികം പറഞ്ഞ് പഴകിയ ഒരു വിഷയത്തിന് ഒരുപാട് അനാവശ്യ ഏച്ചുകെട്ടലുമായി ചേർത്ത് 15 മിനിറ്റിൻ്റെ ഒരു ഷോർട്ട് ഫിലിമോ അല്ലെങ്കിൽ ഒരു 4 വരി ഫേസ്ബുക്ക് പോസ്റ്റിലോ ഒതുക്കാമായിരുന്ന ഒരു വിഷയത്തിന് ഇങ്ങനെ വലിച്ചു നീട്ടി തിയേറ്ററിലിരുന്ന് നല്ലോണം ബോറടിച്ച് കണ്ടു തീർത്തൊരു സിനിമയാണ് ഐഡി ദ ഫേക്ക്. വിഷയത്തെ വലിച്ചു നീട്ടി എന്നുള്ളത് മാത്രമല്ല, പ്രകടനങ്ങൾ എടുത്തു നോക്കിയാൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച ധ്യാൻ്റെ ചില എക്സ്പ്രഷൻസ് എന്ന് വെച്ചാൽ അത്രയും പ്രധാനപ്പെട്ട സംഭവങ്ങളൊക്കെ കാണുകയാണ്. അതൊക്കെ മൊബൈലിൽ കാണുന്ന സമയത്ത് ധ്യാൻ്റെ ഒരു എക്സ്പ്രഷനൊക്കെ ഉണ്ട്. ധ്യാനേ എന്ന് വിളിക്കാൻ തോന്നിപ്പോകുന്ന അവസ്ഥയിലായിരുന്നു അത്. ഇതിൻ്റെ മെയിൻ സ്റ്റോറി എന്ന് പറയുന്നത് ഒരു ഭാര്യയും ഭർത്താവും സന്തോഷമായിട്ട് ജീവിക്കുന്നു. അതിൽ ഭാര്യയുടെ ചിത്രം മോർഫ് ചെയ്യപ്പെട്ട് ഒരു നഗ്ന ചിത്രമാക്കി ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ പ്രത്യക്ഷപ്പെടുന്നു. അതിനുശേഷം ഭർത്താവ് എന്ത് ചെയ്യുന്നു, അതിനെ എങ്ങനെയാണ് അവർ കൈകാര്യം ചെയ്യുന്നത്, അതെങ്ങനെ അവസാനിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ സിനിമയിൽ കാണുന്നത്. ഇതിൽ വാട്സപ്പ് ഫോർവേഡായിട്ട് ഭാര്യയുടെ ഈ നഗ്ന ചിത്രവും അതിൻ്റെ കൂടെയുള്ള ഒരു കുറിപ്പുമുണ്ട്. ഇത് ഭർത്താവ് മനസ്സിൽ വായിക്കുന്ന സമയത്ത് ഈ ഭാര്യയുടെ ശരീരഭാഗങ്ങൾ വിഷ്വലി കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് എന്ത് സെൻസിലാണ് അങ്ങനെ ഷൂട്ട് ചെയ്തത്, അല്ലെങ്കിൽ അത് അങ്ങനെ കാണിക്കുന്നതിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. അതായത് ഒരു ഞരമ്പ് രോഗി അല്ലെങ്കിൽ സ്ത്രീയുടെ ശരീരത്തിനെ ഒരു ബിസിനസ്സായി മാത്രം കാണുന്ന ഒരുത്തൻ എഴുതി ഉണ്ടാക്കിയ ഒരു ഫോർവേഡാണത്. ആ ഫോർവേഡ് വായിക്കുമ്പോൾ കോൾമയർ കൊള്ളുന്ന കുറേ ആളുകളുണ്ട്, അവർക്ക് വേണ്ടിയിട്ടാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷേ അത് വായിച്ച് ടെൻഷനിലായ, അതിനെ ഉൾക്കൊള്ളാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തിയ ഒരു ഭർത്താവ് അത് മനസ്സിൽ ആലോചിക്കുകയും തൻ്റെ ഭാര്യയുടെ ശരീരഭാഗങ്ങളിലേക്ക് പോവുകയും ചെയ്യുന്നു. ക്യാമറയും കറക്റ്റായിട്ട് ഈ ശരീരഭാഗങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യപ്പെടുന്നു. എനിക്കത് വളരെ അരോചകമായിട്ടുള്ളൊരു സീനായിരുന്നു. അതിലൊരു വലിയ കോമഡി എന്ന് വെച്ചാൽ ഈ വാട്സപ്പ് ഫോർവേഡിലൊക്കെ വരുന്ന ആ ഫോട്ടോ ഉണ്ടല്ലോ, അത് വളരെ സ്ട്രെയിറ്റ് ആയിട്ട് അവർ തന്നെ പോസ് ചെയ്ത് നിന്നാൽ മാത്രം നമുക്ക് എടുക്കാൻ പറ്റുന്ന പോലത്തെ, എന്ന് വെച്ചാൽ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്ന് പറഞ്ഞാൽ പോലും തെറ്റില്ല, അങ്ങനെ വളരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു ഫോട്ടോയാണ്. പക്ഷേ ഈ ഫോട്ടോ പകർത്തുന്നയാൾ ഇത് പകർത്തുന്ന മറ്റേ ചരിഞ്ഞ് നിന്ന് സൈഡിൽ നിന്ന് അവരുടെ ഒരു സൈഡ് ആംഗിൾ മാത്രം കിട്ടുന്ന ഒരു ആംഗിളിൽ നിന്നിട്ടാണ്. ഈ മോർഫ് ചെയ്ത് വരുമ്പോൾ സൈഡിൽ നിന്ന് ഒളിച്ചു നിന്നെടുത്ത ഫോട്ടോ നേരെയുള്ളൊരു ഫോട്ടോ ആവുമെന്ന് എനിക്കറിയില്ല. അവർ വർക്ക് ചെയ്യുന്ന സ്ഥാപനമൊക്കെ വെച്ചിട്ട് പേര് കിട്ടിയാൽ അവരുടെ ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കോ പ്രൊഫൈൽ തന്നെ എടുത്തിട്ട് ഒരാൾക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. അവൻ എന്തിനാണ് ഇത്രയും തലയും കുത്തി കിടന്ന് ഫോട്ടോ എടുത്തതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇനി അവൻ്റെ ക്യാമറയ്ക്ക് അങ്ങനെ എന്തെങ്കിലും വലിയ ഡിജിറ്റൽ പ്രത്യേകതകളുണ്ടോ എന്ന് നമുക്കറിയില്ല. മറ്റൊരു വലിയ പ്രശ്നം, സിനിമ അവസാനിക്കുമ്പോൾ ഒരു വ്യക്തിയിലേക്കാണ് ഇത് ചെന്ന് അവസാനിക്കുന്നത്. ഇവിടെ കേറ്റർ ചെയ്യപ്പെടുന്ന ഒരു നീഡുണ്ട്, അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു നീഡുണ്ട്, അല്ലെങ്കിൽ ഇതൊരു ക്രിമിനൽ ആക്ടിവിറ്റി എന്നാണ് ഞാൻ വിളിക്കുക. ആ ക്രിമിനൽ ആക്ടിവിറ്റിക്ക് ആവശ്യമായ ഒരു നീഡ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഇവിടെയുണ്ട്. അതിലേക്കൊന്നും പോവാതെ ഒരാളിലേക്ക് മാത്രം കൊണ്ടുചെല്ലുന്നു. മാത്രമല്ല, അയാളെ എങ്ങനെ ശിക്ഷിക്കുന്നു എന്നുള്ളതിനേക്കാൾ കൂടുതൽ
ഒരു സമയം കഴിയുമ്പോൾ സിനിമ അവൾ അവനോട് പൊറുക്കുമോ ഇല്ലയോ എന്ന് പറയുന്ന ഒരു ആംഗിളിലേക്ക് മാറുന്നുണ്ട്. അത് വളരെ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഒരു ചിന്തയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ന്യായീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളോ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ വന്നു പോകുന്നുണ്ട്. പിന്നെ കഥാപാത്രങ്ങൾ ഇപ്പോൾ ജോണി ആൻ്റണി ആയതുകൊണ്ട് നമുക്ക് കുറച്ച് സീനും കൂടി ആഡ് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ എക്സ്പാൻഡ് ചെയ്തു പോയ പോലെ അത്രയൊന്നും ഇല്ലെങ്കിൽ പോലും, അത്രയൊന്നും എക്സ്പ്ലനേഷൻ കൊടുത്തില്ലെങ്കിൽ പോലും അടുത്ത സീനിലേക്ക് പോകാമായിരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിങ്ങനെ നീണ്ടു പരന്നു പോകുന്നു എന്ന് ഫീൽ ചെയ്ത വളരെയധികം ബോറടിച്ച് ഞാൻ കണ്ടു തീർത്ത ഒരു സിനിമയാണ് ID ദ ഫേക്ക്. പക്ഷേ അത് എൻ്റെ മാത്രം ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ ഈ സിനിമ ഒരു ഗംഭീര സിനിമയായിട്ട് അനുഭവപ്പെട്ടേക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കമൻറ്റ് ബോക്സും കൂടി വായിച്ചിട്ട് സിനിമയ്ക്ക് പോകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന ആളുകളുണ്ട്. അവർക്കതൊരു വലിയ സഹായമായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.